ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ചക്കപ്പുഴുകിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ എപ്പിസോഡ് ഒരു സ്മരണാഞ്ജലി. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ എന്നെ വിട്ടുപോയിരിക്കുകയാണ്. അപ്പോൾ ഈ ക്രിസ്മസിൻ്റെയൊക്കെ ഒരു നല്ല ദിവസത്തിൽ ഒരു സങ്കടകരമായ ഒരു ഓർമ്മ നിങ്ങളോട് പങ്കിടാനാണ് ഇപ്രാവശ്യം ദൈവം തമ്പുരാൻ്റെ നിശ്ചയം ഉണ്ടായിരുന്നത്. ആക്ച്വലി ഞാൻ കഴിഞ്ഞ മാസം നവംബർ മാസം നാട്ടിൽ പോയായിരുന്നു. അപ്പം നാട്ടിൽ പോയപ്പം ഒരു ട്രാവൽ വ്ലോഗ് പോലെ ഞാൻ നാട്ടിൽ പല സ്ഥലങ്ങളിലൊക്കെ പോയായിരുന്നു. അതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഈ മരിച്ചു പോയത് എൻ്റെ അമ്മയുടെ നടുക്കത്തെ ആങ്ങള വിജയനങ്ങളാണ്. അപ്പം വിജയനങ്ങളുടെ ഓമനാൻ്റിയുടെ ഒക്കെ അടുത്ത് ഞാനന്ന് പോവുകയും അതെല്ലാം പറഞ്ഞ് ഞാനൊരു എപ്പിസോഡ് ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. അത് എഡിറ്റ് ചെയ്ത് തീർന്നില്ലെന്നുള്ളതേ ഉള്ളൂ. അപ്പം അതിനു മുമ്പ് തന്നെ ഇങ്ങനെ വിജയനങ്ങൾ കടന്നു പോകുന്നൊന്നും നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ. അപ്പം വിജയനങ്ങളെക്കുറിച്ചുള്ള കുറേ ഓർമ്മകൾ എനിക്ക് എൻ്റെ അമ്മയുടെ എല്ലാ ആങ്ങളമാരും, അമ്മയുടെ അനിയത്തിയും അമ്മയുടെ ചാച്ചനും അമ്മയും എല്ലാം വളരെ അമ്മയുടെ വീട്ടുകാരാണ്. എന്നെ ഞാൻ എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കോളേജൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നാണ് പഠിച്ചത്, അവരോട് എനിക്കൊരു പ്രത്യേകമായ സ്നേഹം ഉണ്ടെന്നൊക്കെ. അതിൽ ഈ വിജയനങ്ങൾ എന്ന് പറഞ്ഞാൽ വിജയനങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു കാണാൻ ജയൻ്റെ ചായലായിരുന്നു. അപ്പം ജയനെ പോലെ തന്നെ ഒരു ശക്തമായ കഥാപാത്രമായിരുന്നു വിജയനങ്ങൾ. കാരണം വിജയങ്ങളുടെ ആ ഒരു കാര്യത്തിലും നല്ല തൻ്റെടവും എന്ത് പ്രതിസന്ധികൾ വന്നാലും അങ്ങനെ പെട്ടെന്ന് തളരുകയൊന്നും ചെയ്യുന്നത്, പെട്ടെന്നൊരു ക്വിക്ക് ഡിസിഷൻ എടുക്കാനും പിന്നെ ഒരു അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന, ആരുടെയും മുഖവും നോക്കിയാലും ഉള്ള പോലെ മുഖത്തടിച്ച് പറയും. അങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് വിജയങ്ങൾക്ക് കുറച്ച് ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആർക്കും ഇഷ്ടമില്ലല്ലോ ഉള്ളതൊക്കെ പറയുന്നതും അങ്ങനെയൊക്കെ. പക്ഷെ അങ്ങനെ എല്ലാവരെയും ഒത്തിരിയും ആരെ സഹായിച്ചാലും ഒരു കൈ ചെയ്യുന്നത് മറുകൈ അറിയലെന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ അമ്മയുടെ വീട്ടിൽ നിന്നൊക്കെ പഠിച്ച സമയത്ത് അന്ന് ഇന്നത്തെ ആ വലിയ വീടൊന്നുമല്ല, അന്നൊരു കൊച്ചു വീടാണ്. ഒരു വെള്ളയും നീലയും കൂടെ പെയിൻ്റൊക്കെ അടിച്ച ഒരു ഓടിട്ട ഒരു കൊച്ചു വീട്. അപ്പം അവിടെ അന്ന് അമ്മയുടെ ആങ്ങളമാരുടെ ഭാര്യമാരും എല്ലാവരും കൂടെ ഒരുമിച്ച് വളരെ സ്നേഹമായിട്ട് ജീവിച്ചിരുന്ന ആ ഒരു കാലത്തിൽ വിജയനങ്ങൾ അന്ന് കല്യാണം കഴിക്കുന്നതിന് മുമ്പാണ് നന്നായിട്ട് പാട്ടൊക്കെ പാടും. അത് ഇവരെല്ലാം നന്നായിട്ട് പാട്ട് പാടും, നല്ല കലാകാരന്മാരെയും കലാകാരികളും ഒക്കെയാണ്. അപ്പം ഞാൻ എപ്പോഴും ഓർക്കുന്ന ആ വീടിൻ്റെ മുൻവശത്ത് ആ തിണ്ണയിലായിട്ടിരുന്നുകൊണ്ട് വിജയങ്ങൾ ഇങ്ങനെ ഷേവ് ചെയ്തുകൊണ്ട് ഒരു പാട്ട് പാടുന്നത്. ആ ബാലേന്ദ്രമേനോൻ്റെ ഒരു മൂവി ആ സമയത്ത് ഇറങ്ങി, ആരാൻ്റെ മുല്ല കൊച്ചുമുല്ല എന്ന് പറഞ്ഞൊരു മൂവിയിലെ ഒരു പാട്ട്. അതിപ്പോഴും എൻ്റെ മനസ്സിൽ പതിഞ്ഞു കിടക്കുക എന്നുള്ളതാണ്. ശാലീന സൗന്ദര്യമേ കരളിൽ പതിഞ്ഞു കിടക്കുമേ മായാത്ത കറയറ്റ ദിവ്യരംഗമെന്നും അങ്ങനെ എങ്ങാണ്ടോ ശരിക്കും അതിൻ്റെ എക്സാക്റ്റ് വേർഡ് അതാണോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ആ പാട്ടൊക്കെ അങ്ങനെ നല്ല ഉറച്ച ശബ്ദമായിരുന്നു, ഘനഗംഭീരമായ ശബ്ദമൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ ഈ നഴ്സിങ്ങിന് വരാനും ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് അമേരിക്കയിൽ ഇരുന്ന് നിങ്ങളോട് പറയാനും എല്ലാം ആക്ച്വലി കാരണക്കാരൻ വിജയനങ്ങളാണ്. കാരണം ഞാൻ നഴ്സിങ്ങിന് പോരാനായിട്ട് ഞാൻ ആഗ്രഹിച്ചപ്പം ഞാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പം പല അഭിപ്രായം അമ്മയുടെ മൂത്ത ഞങ്ങളെ പറഞ്ഞു, നഴ്സിങ്ങിനൊന്നും പോകണ്ട, നീ അത്രയും ദൂരെയൊന്നും പോകണ്ട, ഇവിടെ ഡിഗ്രി പഠിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വിജയനങ്ങളാണെന്ന് പറഞ്ഞത് അല്ല, കുഞ്ഞി നഴ്സിംഗൊക്കെ ഉള്ളു മക്കളെ, സ്കോപ്പുള്ളത്, നീ പൊക്കോടി കൊച്ചേ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അതും ഞാൻ അന്ന് പോരുന്നത് അന്ന് കോഴിക്കോട് മഹാറാണിയുടെ മാനേജരായിരുന്നു അമ്മയുടെ ഇളയാങ്ങള. അപ്പം ആ മഹാറാണിയുടെ കോട്ടായിലാണ് ഞങ്ങൾക്ക് ട്രെയിൻ ടിക്കറ്റ്. അന്ന് നിസാമുദ്ദീൻ വരെ അന്ന് ട്രെയിനുള്ളൂ, കേരള എക്സ്പ്രസ് ഒന്നും അന്ന് ഡൽഹി വരെയൊന്നും ഇല്ല, അപ്പം നിസാമുദ്ദീൻ വരെയുള്ളൂ. അപ്പോൾ ആ ടിക്കറ്റിന് അന്ന് ഞങ്ങൾ തലേദിവസം ഹോട്ടൽ മഹാറാണി പോയി താമസിച്ചു, ഞാനും ചാച്ചനും അമ്മയുടെ ചാച്ചനും അമ്മയൊക്കെ കൂടെ. അപ്പം രാവിലെ വിജയനങ്ങൾ എന്തോ ആവശ്യം കോഴിക്കോട് മഹാറാണിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ റൂമിൽ വന്ന് വിജയങ്ങൾ എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം പരിശോധിച്ച് നോക്കിയപ്പം എൻ്റെ ഇൻ്റർവ്യൂ കാർഡില്ല. അപ്പം വിജയനങ്ങൾ ചോദിച്ചു, എടി നീ എന്നാന്നും പറഞ്ഞാണ് അവരുടെ അടുത്തോട്ട് പോകുന്നത്, നിന്നെ ഇൻ്റർവ്യൂവിന് അവർ വിളിച്ചെന്നുള്ളതിന് എന്താ പ്രൂഫാണ് നിൻ്റെ കയ്യിലുള്ളത് എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ അന്നേ ഒരു കെയർലെസ് ആണ്. അപ്പം ഞങ്ങൾ ഡൽഹിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ വീട്ടിൽ ചെന്ന് സ്പീഡ് പോസ്റ്റിൽ അയച്ചു തരുകയും അങ്ങനെയൊക്കെ ഒത്തിരി ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അവിടെ നിന്ന് എനിക്ക് നല്ല മനോഹരമായ ഉടുപ്പുകളൊക്കെ വിജയങ്ങളൊന്ന് സോമവാർപ്പേട്ട മൈസൂർ ചെയ്യുന്ന സമയത്ത് ഒരു പിങ്കും കറുപ്പും കൂടെ ഫ്രില്ലുള്ള നല്ലൊരു ഫോറിൻ ഉടുപ്പ് കൈനീളമൊക്കെ ഉള്ള ഞാൻ ഉടുപ്പ് സ്കൂളിലൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ പിള്ളേരൊക്കെ ഉടുപ്പിലോട്ട് നോക്കി നിൽക്കുമായിരുന്നു. അത്ര നല്ല മനോഹരമായ ഒരു ഉടുപ്പായിരുന്നത്. അങ്ങനെ കുറേ ഓർമ്മകൾ ഞങ്ങൾ ജൂബിലി പെരുന്നാളിനൊക്കെ ഞങ്ങൾ നടന്ന് ഞാനും വിജയങ്ങളും
അമ്മയുടെ ചാച്ചനും എല്ലാവരും കൂടെ അമ്മയുടെ എല്ലാവരും ഞങ്ങൾ നടന്നിങ്ങനെ പാലായിലൂടെ നടന്നു പോകുന്നതും എനിക്ക് വിജയങ്ങൾ കുപ്പിവള കടയിൽ നിന്ന് മേടിച്ച് അന്ന് കൊച്ചായിട്ടും 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഒത്തിരിയും എനിക്കൊത്തിരിയും വേണ്ടപ്പോൾ അതുപോലെ നമ്മുടെ കുടുംബത്തിലെ ഓരോരുത്തർക്കും വിജയങ്ങളെ കുറിച്ച് ഓർക്കാൻ ഒത്തിരി നല്ല ഓർമ്മകൾ കാണും. അത് പിന്നെ വിജയങ്ങളുടെ ആ നല്ല ഒരു ഓമനേൻ്റെ കല്യാണമൊക്കെ കഴിച്ചതിന് ശേഷം ആ ഒരു 50 തുടങ്ങുന്ന സമയത്താന്ന് തോന്നുന്നു 2000 വിജയങ്ങൾക്ക് ഒരു സ്ട്രോക്ക് ഉണ്ടായി. ആ സ്ട്രോക്കോടുകൂടി ഈ നീണ്ട 25 വർഷം പുള്ളി അങ്ങനെ കിടപ്പെന്ന് പറഞ്ഞാൽ അങ്ങനെ എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റിയല്ല, വീൽ ചെയറോ അല്ലെ കൈ പിടിച്ച് നടക്കുമോ അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യം. പിന്നെ കുറേ ഇരിപ്പും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ രോഗപീഠകളിൽ കൂടെയും കുറേ അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു, അങ്ങനെ തോള് പൊട്ടുവോ അങ്ങനെയൊക്കെ കുറേ വേദനകളിൽ കൂടെയൊക്കെ കടന്നുപോയ ഒരാളാണ്. അപ്പോൾ ആ വേദനകളുടെ ഇടയ്ക്കും വിജയങ്ങളിനെ എപ്പോഴും ഒരു ചിരിക്കുന്ന മുഖമായിട്ട് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളൂ. ഒരു പരാതി പറയുന്നതോ അല്ലെങ്കിൽ ഒരു വിഷമിച്ചിരിക്കുന്നതോ ആകുലപ്പെട്ടിരിക്കുന്നതോ ആയ ഒരു വിജയങ്ങളുടെ മുഖം എൻ്റെ ഓർമ്മയിലില്ല. എപ്പോഴും ഒരു പ്ലസൻ്റ് ആണ്. ഞാൻ ഈ നവംബറിൽ പോയപ്പോൾ വരെ എനിക്കത് തോന്നുന്നു ഒരു ദൈവനിയോഗമാണ്. ഞാൻ ഓർത്ത് ആദ്യം നവംബറിൽ പോകണോ വേണ്ടോ എന്നൊക്കെ ഞാൻ ഒത്തിരി ആലോചിച്ചതാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി വിജയങ്ങളൊക്കെ വയ്യാതെ ഇരിക്കുവാണ്, ഇനി കാണാൻ പറ്റുമോ എന്നറിയില്ലല്ലോ, എന്നാൽ ഒന്ന് പോകാം എന്നെൻ്റെ മനസ്സ് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ വിജയങ്ങൾ നല്ല മിടുക്കനായിട്ട് ഈ സ്ട്രോക്ക് ഒന്നുകൊണ്ട് സംസാരിക്കുന്നതൊന്നും അത്ര ക്ലിയർ അല്ല, പക്ഷെ എല്ലാം പുള്ളിക്ക് നമ്മൾ പറയുന്നതൊക്കെ മനസ്സിലാവും. ഇങ്ങോട്ട് എന്തോ ഒക്കെ പറയും. ആ സ്നേഹം നമ്മളെ കാണുമ്പോൾ ആ സന്തോഷമൊക്കെ നമുക്ക് ആ മുഖത്തുനിന്ന് അറിയാം. അപ്പോൾ ഓമനയാൻറ്റി പറഞ്ഞതേ ഉള്ളൂ, കണ്ടോ മരുമകളെ കണ്ടപ്പോഴത്തേക്കും ആ സന്തോഷമൊക്കെ കണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ ഞാൻ പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർക്കുന്ന ഒരാൾ എൻ്റെ ഓമനയാൻറ്റി, വിജയനങ്കിളിൻ്റെ ആൻറ്റി. ഈ നീണ്ട 25 വർഷം എൻ്റെ ദൈവമേ ഇതുപോലെ ഒരു ഭർത്താവിനെ ഒരു ഭാര്യ നോക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. ചിലപ്പം കാണുമായിരിക്കും കേട്ടോ വേറെ, പക്ഷെ എൻ്റെ പരിചയത്തിൽ ഇത് മാത്രമേ ഉള്ളൂ. അത്രയ്ക്ക് ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്ന കെയറോടുകൂടി ഇത്രയും വർഷം ഒരു മുഖം ഒന്നും മുഷിയ പോലും ചെയ്യാതെ ആ ചിരിച്ച മുഖത്തോടുകൂടി സന്തോഷത്തോടെയായിരുന്നു ഓമനേരി അതൊക്കെ ചെയ്യുന്നത്. ആ 25 വർഷം പുള്ളിക്കാരത്തിയുടെ ജീവിതത്തിൽ വിജയങ്ങൾക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരിടത്ത് വെളിയിൽ പോവുകയോ ഒരിടത്ത് ഒരു ആഘോഷങ്ങൾക്ക് ഒന്നും ചെയ്യാതെ അങ്ങനെ ഒരു ജീവിതമായിരുന്നു ഓമനയാൻറ്റിയുടെ. ഓമനയാൻറ്റിക്ക് ഭയങ്കര ഞാനിപ്പോഴും ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവരും പറയാറുണ്ട് ഓമനയെ നമുക്ക് എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും മതിയാകിയല്ല. ഇത്രയധികം പിന്നെ സ്നേഹത്തോടെ നോക്കാനുള്ള ഒരു മനസ്സ് മനുഷ്യരെല്ലാവരും കുറച്ചൊക്കെ കഴിയുമ്പോൾ ആരാണെങ്കിലും ഒന്ന് മുഖം മുഷിയൊക്കെ ചെയ്യും. എന്നാൽ അതൊന്നും കൂടാതെ നല്ല സ്നേഹത്തോടു കൂടി അവസാനത്തെ നിമിഷം വരെ, എന്നാൽ മരിച്ച സമയത്തൊന്നും വിജയങ്ങൾ ഒത്തിരി കഷ്ടപ്പെടുകയൊന്നും ചെയ്യാതെ പെട്ടെന്ന് കട്ടിലോട്ട് എടുത്ത് കിടത്തിയ വഴിയിലും കണ്ടോ പെട്ടെന്ന് കിടക്കണമെന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് ജീവൻ പോവുകയും കണ്ടോ ആയിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ പെട്ടെന്ന് കിടന്നങ്ങനെ വിഷമിക്കുവോ അങ്ങനെയൊന്നുമുള്ള ഒരു അവസ്ഥയൊന്നും അവസാനത്തെ ആ സമയത്ത് ഒരു നല്ല മരണം വിജയങ്ങൾക്ക് കൊടുത്തു. അതുപോലെ ആ നല്ല 2 മക്കളെ ഒരു നല്ല മനസ്സുള്ള ഒരു മനുഷ്യനായിരുന്നു. മറ്റുള്ളവരെ ഒത്തിരി സ്നേഹിക്കുകയും പിന്നെ അവരുടെ ഹൃദയത്തിൽ പറയാനൊന്നും അറിയത്തില്ലെങ്കിലും ഹൃദയത്തിൽ ഒത്തിരി സ്നേഹം കാത്തു സൂക്ഷിക്കുകയും ഒത്തിരി സ്നേഹിക്കുകയും ഒക്കെ ചെയ്ത ആ നല്ല മനസ്സുകൊണ്ടായിരിക്കും ആ 2 മക്കളും നല്ല രീതിയിൽ അവർക്ക് ചേരുന്ന നല്ല ലൈഫ് പാർട്ട്നേഴ്സിനെയൊക്കെ കിട്ടി നല്ലൊരു കുടുംബജീവിതമൊക്കെ ആയിട്ട് അവർ 2 പേരും സന്തോഷമായിട്ട് ജീവിക്കുന്നതും ഒക്കെയും ഇന്ന് വിജയങ്ങളുടെ ആ ഒരു നല്ല മനസ്സുകൊണ്ടാണ് ഇന്ന് എല്ലാവരും സന്തോഷമായിട്ട് ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്ന ഈ ദിവസത്തെ ഓമനയാൻറ്റിയും അനിമോളും മാത്തുക്കുട്ടിയും ഒക്കെ വിജയങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളിൽ ഇങ്ങനെ വിഷമിച്ച് എന്ന് പറഞ്ഞാൽ വിജയങ്ങൾ കുറേ കാലമായിട്ട് സിക്കായിരുന്നു. നമ്മൾ ഒത്തിരി കഷ്ടപ്പെടുത്താതെയൊക്കെ പോകണേ എന്നൊക്കെ നമ്മളും എല്ലാവരും ഓർക്കാറുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും പോയി കഴിയുമ്പം അങ്ങനെ ഒരാളില്ലല്ലോ എന്നുള്ള ഒരു ശൂന്യത, ഫിസിക്കലി നമുക്ക് അവരെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഒത്തിരി എന്തെങ്കിലും അറിയാതെയും വല്ല മനുഷ്യജന്മമല്ലേ എന്തെങ്കിലുമൊക്കെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ തന്നെയും ഈ 25 വർഷത്തെ ജീവിതത്തിൽ അതിൻ്റെ ശുദ്ധീകരണം എല്ലാം നടന്ന് ആത്മാവ് ശരീരത്തിൽ നിന്ന് പറന്നകന്നപ്പോൾ എവിടെയോ സ്വർഗത്തിൽ തന്നെ എനിക്കൊരു മധ്യസ്ഥനായിട്ട് എല്ലാവർക്കും ഒരു മധ്യസ്ഥനായിട്ട് എൻ്റെ വിജയങ്ങൾ ഇരിക്കുന്നുണ്ട് എന്നെനിക്ക് ഉറപ്പാണ്. അപ്പം ഞാൻ ഓർക്കും മനുഷ്യന് കടന്നു പോകുന്ന ഓരോ ജീവിതവും നമുക്ക് ഓരോ പാഠങ്ങൾ അതിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലരോടും അഡ്ജസ്റ്റ് ചെയ്യാം. മനുഷ്യരല്ല നമുക്കെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് കാണും. ഒരാളെ സ്നേഹിക്കാനും ഒക്കെ ഇതിനെയൊക്കെ നമുക്ക് ബലമായിട്ടൊന്നും വരുന്നില്ല. പല പല കാരണങ്ങൾ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണും. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ആരോടും ഒരു ശാശ്വതമായ വൈരാഗ്യമൊന്നും വെക്കാതെ ഇരിക്കുക. കാരണം ഇന്ന് അല്ലെങ്കിൽ നാളെ മറഞ്ഞു പോകുന്ന ഈ ക്ഷണികമായ ജീവിതത്തിൽ നമ്മൾ ഒരു വഴിക്ക് വെച്ചുകൊണ്ട് അവരെ ഞാൻ ശരിയാക്കുമല്ല അവളെ ഞാൻ ശരിയാക്കും അല്ലെങ്കിൽ ഇവിടെ അങ്ങനെയുള്ളൊരു കഠിന വൈരാഗ്യമൊന്നും വെക്കാതെയും നമ്മൾ വിട്ടുകൊടുത്ത് കുറച്ചൊക്കെ നമ്മൾ സ്നേഹത്തോടെ കഴിയുന്നിടത്തോളം പുറത്തും മറന്നും ക്ഷമിച്ചും അങ്ങനെയൊക്കെ ജീവിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും പറ്റട്ടെ. വിജയനഗരനെ അങ്ങനെയായിരുന്നു. എല്ലാവരോടും
ആ ചിരിയോടുകൂടി ഏത് വേദനയുടെ സമയത്തും ആ ചിരിക്കുന്ന മുഖം നമ്മളെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. വിട്ടുകൊടുക്കുക, ക്ഷമിക്കുക, എപ്പോഴും ചിരിച്ചുകൊണ്ട് ഏത് ദുഃഖങ്ങളെയും നേരിടുക എന്നുള്ള ഒരു വലിയ സന്ദേശം എൻ്റെ വിജയങ്ങൾ തന്നിട്ട് പോയ പോലെ എനിക്ക് തോന്നും. അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. വിജയങ്ങൾക്കും ഓമന ആൻറ്റിക്കും മാത്തുക്കുട്ടിക്കും അനുമോൾക്കും ഇതെൻ്റെ ഈ വിഷമ സമയം കൂടെ കടന്നു പോകാനുള്ള എല്ലാ കൃപയും ദൈവം തമ്പുരാൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വേറെ എന്തെങ്കിലുമൊക്കെ വീണ്ടും കണ്ടുമുട്ടുന്നവരെ ടേക്ക് കെയർ.